അദാനി വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിച്ചു. രാജ്യസഭയിൽ ഭരണപക്ഷം സോണിയാഗാന്ധിക്കെതിരെ സോറോസ് വിഷയം ഉയർത്തിയതോടെ ഭരണപ്രതിപക്ഷ വാക്പോര് രൂക്ഷമായി. അദാനിയുടെയും മോദിയുടെയും മുഖം മൂടി അണിഞ്ഞ് ഇന്ത്യ സഖ്യം പാർലമെന്റിന് പുറത്തും പ്രതിഷേധം തീർത്തു. സിബി ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിബി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ബിനു, അദാനി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ഇന്ന് 4 തവണയാണ് പാർലമെന്റ് തടസ്സപ്പെടുകയും പിന്നീട് വൈകിട്ട് 3 മണിയോടെ ലോക്സഭയും രാജ്യസഭയും നാളത്തേക്ക് പിരിയുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഈ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ തന്നെ മോദി അദാനി ബാന്ധവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതീകാത്മകമായി ഇരുവരുടെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ എംപിമാർ ഈ പാർലമെന്റിൽ എത്തിയത്. പിന്നെ പാർലമെന്റ് കവാടത്തിൽ ഇവർ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ലോക്സഭയിലെത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ ആദ്യം മുതൽ തന്നെ പ്രതിഷേധം തുടരുകയായിരുന്നു. പിന്നീട് ഈ ലോക്സഭയിൽ ഒരു ചോദ്യോത്തര വേളയിലേക്ക് പോലും കടക്കാൻ ലോക്സഭയിലായില്ല. 4 തവണയും വലിയ ബഹളമുണ്ടാക്കി. തുടർന്ന് 11 മണിക്കും കൂടാതെ 12 മണിക്കും 2 മണിക്കും പിന്നീട് 3 മണിക്കും ബഹളം തുറന്നോടെ നാളത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിൽ എന്നാൽ അതേസമയം തന്നെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോര് ഉണ്ടാകുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായി സോണിയാഗാന്ധിക്കെതിരെ BJP ഉയർത്തിയ ഒരു വിഷയമാണ്. അതായത് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ഫണ്ട് വിഷയം സോണിയാഗാന്ധിക്കെതിരെ BJP വലിയ ആയുധമാക്കിയതോടെ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ വാക്പോരാകുകയും ചെയ്തു. ഇതിൽ ഈ ഫൗണ്ടേഷനുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുള്ളത് ഏറെ ഗൗരവകരമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുകയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് JP നദ്ദ അടക്കം സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പിന്നീട് അദാനി വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നു. പിന്നീട് വാക്പോരാകുകയും അവിടെയും 4 തവണ രാജ്യസഭയും തടസ്സപ്പെട്ടു. പിന്നീട് രാജ്യസഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും ഈ അദാനി വിഷയത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയായി വിവിധ ദിവസങ്ങളിലാണ് ലോക്സഭയും രാജ്യസഭയും ഇതുപോലെ സമാനമായി പിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നാളെയും ഈ വിഷയവുമായി ഉയർത്തിക്കൊണ്ട് തന്നെ വരാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതേസമയം തന്നെ ഈ 13, 14 തീയതികളിൽ ലോക്സഭയിൽ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. അന്ന് 14-ാം തീയതി ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ശീതകാല സമ്മേളനം എല്ലാം തന്നെയും അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബിനു, യെസ്, സിബിയാണ് പാർലമെന്റിലെ വിശദാംശങ്ങൾ നൽകിയത്.